ശ്രീ ജയചന്ദ്രൻ, ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കീഴ്വായ്പൂർ പോലീസിൽ രജിസ്റ്റർ ചെയ്ത കീഴ്വായ്പൂർ പോലീസ് നടത്തിയ അന്വേഷണം, അതേ തുടർന്ന് പോലീസ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന കേസുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന നിലയിലുള്ള ആ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു, മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആ അന്വേഷണ റിപ്പോർട്ട് സ്വാഭാവികമായും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ പരിശോധിച്ചിരിക്കാൻ ഇടയുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഈ അന്വേഷണത്തിൽ ഇപ്പോൾ ശ്രീ അനിൽകുമാർ പറഞ്ഞൊരു ഭാഗമുണ്ട്, ഇതിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു ഭാഗം, ആ പ്രസംഗം പൂർണ്ണമായി പരിശോധിച്ച് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് പോകാൻ കഴിയൂ. പക്ഷേ ആ അന്വേഷണം, പോലീസ് നടത്തിയ അന്വേഷണം, വിശദമായ മൊഴിയെടുപ്പ്, സാക്ഷികളുടെ മൊഴിയെടുക്കൽ പോലെയുള്ള കാര്യങ്ങൾ, സാക്ഷികളെ ചേർക്കൽ ഒക്കെ ചേർത്ത് പരിശോധിച്ച് ഈ അന്വേഷണം മുന്നോട്ട് പോയിട്ടുണ്ടോ? പോലീസ് അതാണ് കോടതികളിൽ വിശദീകരിച്ചത്. ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിലാവട്ടെ ഹൈക്കോടതിയിൽ പോയപ്പോൾ പക്ഷേ കോടതി ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അല്ല മന്ത്രിക്കെതിരെ അന്വേഷണം നടത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. പോലീസ് വിശദമായി മൊഴിയെടുത്ത് പ്രാഥമികമായി ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള ഒരു അന്വേഷണം പ്രാഥമിക തലത്തിൽ കേരള പോലീസ് ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ടോ? താങ്കളുടെ ബോധ്യത്തിൽ എന്താണ് അറിയാവുന്നത്? സജി ചെറിയാൻ ഒരു തവണ ധാർമ്മികതയുടെ പേരിൽ, നിയമപരമായല്ല, ഒരു കോടതിയും പറഞ്ഞിട്ടില്ല, ധാർമ്മികതയുടെ പേരിൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാജിവെച്ചത്. ഒരാൾക്ക് 2 പ്രാവശ്യം ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് കോടതി പറയുന്നില്ല, ഹൈക്കോടതി എന്ന് പറഞ്ഞിട്ടില്ല, വേറൊരു കോടതി നേരത്തെയും പറഞ്ഞിട്ടില്ല. എങ്കിലും ഹൈക്കോടതി ഈ കേസിൽ സാങ്കേതികത്വമാണ് കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയായി നമുക്ക് മുമ്പിൽ അടിവരയിട്ട് കാണിക്കാവുന്നത് ഈ പ്രസംഗത്തിൽ, സജി ചെറിയാൻ്റെ പ്രസംഗത്തിൽ SHO സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ജേർണലിസ്റ്റുകളുടെ മൊഴി എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പിന്നീട് സോഷ്യൽ മീഡിയയിൽ വന്നത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടവരുടെ മൊഴി എടുത്തിട്ടില്ല. അങ്ങനത്തെ സംഭവം അവിടെ ഇല്ല. കാര്യം ഇൻഹൗസ് ആയിട്ടുള്ള പരിപാടിയാണ്, ജേർണലിസ്റ്റുകൾ അവിടെ ആരും വിളിച്ചിരുന്നില്ല. അതൊക്കെ കോടതി ഇനി ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. കോടതി അങ്ങനെയാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രിയ സുഹൃത്ത് ശ്രീ സേനാപതി വേണു തെറ്റായി കോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. സാങ്കേതികത്വമാണ് ഇതിൻ്റെ അകത്ത് പുനരന്വേഷണവും തുടരന്വേഷണവും എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയല്ല, ഇതിൽ വ്യക്തമായും കോടതി പറയുകയാണ്, റീഇൻവെസ്റ്റിഗേഷൻ നോട്ട് ടു ബി ഓർഡേർഡ് ഓൺലി ഇൻ എക്സെപ്ഷണൽ കേസസ് എന്ന് 15-ാം പേജിൽ 21-ാമത്തെ ഖണ്ഡികയിൽ പറയുകയാണ്. ഇറ്റ് വൈപ്സ് അവേ ദ ഏർലിയർ ഇൻവെസ്റ്റിഗേഷൻ, നോ സർക്കംസ്റ്റാൻസ് എക്സിസ്റ്റ് ടു ഓർഡർ എ റീഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുനരന്വേഷണത്തിൻ്റെ യാതൊരു ആവശ്യകതയുമില്ല. അത് മുൻപുണ്ടായിരുന്ന അന്വേഷണത്തിനെ അപ്പാടെ തള്ളിക്കളയുകയാണ്, മായ്ച്ചു കളയുകയാണ്. ഇവിടെ വേണ്ടത് ഒരു തുടരന്വേഷണമാണ്. അത് ക്രൈംബ്രാഞ്ച് നടത്തണം. എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച്? അത് അതിൻ്റെ സത്തയിൽ ഈ കോടതി വിഷയങ്ങളാകെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് പരിശോധിക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അതിൻ്റെ സത്തയിൽ മന്ത്രി സജി ചെറിയാൻ ആ സ്ഥാനത്ത് തുടരുന്നതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അധാർമികത പോലും ഉണ്ടെന്ന് പറയുന്നില്ല. നിയമപരമായി തെറ്റെന്നല്ല, അധാർമികത പോലും ഉണ്ടെന്ന് കോടതി പറയുന്നില്ല. അപ്പോൾ പിന്നെ വേണ്ടത് എന്താണ്? ആ ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം അവിടെ ഭരിക്കുമ്പോൾ തന്നെ, മന്ത്രിയായിട്ട് തുടരുമ്പോൾ തന്നെ അന്വേഷിക്കുന്നത് ഈ സാധാരണ SHOയേക്കാളും മുതിർന്ന സ്റ്റേച്ചറുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം. അത് ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിക്കണം. അതിന് ഇൻ്റഗ്രിറ്റിയുള്ള ഓഫീസർ അന്വേഷിക്കണം എന്ന് DGPക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ഹൈക്കോടതി ഇന്ന് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് മറ്റേ തിരുവല്ല കോടതിയുടെ വിധി അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, റോങ് ആണെന്ന് തന്നെ പറഞ്ഞത്, ഇറ്റ് വാസ് റോങ് എന്ന് തന്നെ ഈ കോടതി ഉത്തരവ് പറയുകയാണ്. എന്തുകൊണ്ട്? അതിന് കോടതി പറയുന്ന ന്യായം ശരിയായിട്ട് തന്നെ പറയുന്നു. ഈ പറയുന്ന എവിഡൻസുകൾ പരിശോധിച്ചിട്ടില്ല, സാക്ഷിമൊഴികൾ മാത്രമാണുള്ളത്. ശാസ്ത്രീയമായ പരിശോധന ഈ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ പെൻഡ്രൈവിൻ്റെ അതിൻ്റെ ശാസ്ത്രീയമായ പരിശോധന നടത്തിയിട്ടില്ല. അപ്പോൾ എന്താണ് പോലീസിൻ്റെ നിഗമനം? എന്താണ് ഡിവൈഎസ്പിയുടെ നിഗമനം? എന്താണ് അദ്ദേഹം പറയുന്നത്? സജി ചെറിയാൻ സമൂഹത്തിൽ കലഹമുണ്ടാക്കാനോ സ്പർദ്ധയുണ്ടാക്കാനോ ഭരണഘടനാ വിരുദ്ധമായിട്ടോ ഒന്നും പ്രസംഗിച്ചിട്ടില്ല. അദ്ദേഹം തൻ്റെ പ്രസംഗം എവിടെയും നിഷേധിച്ചിട്ടുമില്ല. ഇപ്പോഴും താനത് പ്രസംഗിച്ചതാണ് എന്ന് തന്നെയാണ് സജി ചെറിയാൻ പറയുന്നത്. അപ്പോൾ ഒരു ശാസ്ത്രീയ പരിശോധനയുടെ ആവശ്യമില്ലാത്ത വിധം അദ്ദേഹത്തിൻ്റെ പ്രസംഗം ക്രിസ്റ്റൽ ക്ലിയറായി അദ്ദേഹം അക്നോളജ് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഉദ്ദേശിച്ചത് ഈ പറയുന്ന വ്യാഖ്യാനത്തിൻ്റെ തരത്തിലുള്ളതല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വേർഷൻ. അപ്പോൾ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വെർഷൻ അദ്ദേഹം പറയുന്നത്
പിന്നെ ഇതിൽ ശാസ്ത്രീയമായൊരു പരിശോധനയ്ക്ക് അയച്ച് എന്തെങ്കിലും പുതുതായി കണ്ടെത്തേണ്ട കാര്യമില്ല. മിനിസ്റ്റർ തന്നെ പറയുന്നു, ഞാനത് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുള്ളത് തന്നെയാണെന്ന് വീണ്ടും ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം അത് അന്വേഷിക്കാൻ പോകാതിരുന്നത്. പക്ഷേ ഹൈക്കോടതി പറയുന്നു അത് പോരാ, ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ സംബന്ധിച്ചോളം അദ്ദേഹം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അന്വേഷിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഹൈക്കോടതി ചില കേസുകളുടെ കാര്യവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ഉത്തരവിൽ തന്നെ. അപ്പോൾ അതാണ് പ്രശ്നം. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്ന് പറയുന്നത് ഈ പറയുന്ന പിന്നെ ഓഡിയോ പരിശോധിക്കണം, വീഡിയോ പരിശോധിക്കണം, ശബ്ദസാമ്യങ്ങൾ, ശബ്ദം അടയാളപ്പെടുത്തണം, അത്തരം കാര്യങ്ങൾ രേഖാമൂലമുള്ള ശാസ്ത്രീയമായ തെളിവ് ആ സമ്പ്രദായത്തിൽ തന്നെ രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെ കോടതി പറയുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ ഈ മന്ത്രിക്കെതിരായ വിധിയോ സർക്കാരിനെതിരായ വിധിയോ ആയിട്ട് കോടതിയുടെ ഒരു നിരീക്ഷണം പോലും അവിടെ ഇല്ല. പിന്നിലെ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് വരുന്ന നിയമപരമായ പിന്നെ വാക്യങ്ങൾ നമ്മൾ പരതേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ പൊളിറ്റിക്കൽ ഡിമാൻഡ് മാത്രമാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. പൊളിറ്റിക്കൽ ഡിമാൻഡിനനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന് സേനാപതി വേണുവിന് അറിയാത്തതാണോ? അല്ലെങ്കിൽ പിന്നെ ഒരു പ്രാക്ടീസിങ് ലോയർ ആയിരുന്ന ശ്രീ വി ഡി സതീശന് അറിയാത്തതാണോ? അല്ലല്ലോ. അപ്പോൾ അത് പൊളിറ്റിക്കൽ ഡിമാൻഡായിട്ട് തന്നെ നിലനിർത്താനുള്ളത് അവരുടെ രാഷ്ട്രീയ ആവശ്യമാണ്. അതിൻ്റെ അകത്ത് ഏതായാലും വീഴാൻ LDFും പിന്നെ സർക്കാരും തയ്യാറാവില്ല എന്നുള്ളത് സ്പഷ്ടമല്ലേ. അതുകൊണ്ട് തന്നെയാണ് പരിശോധിച്ചിട്ട് നിയമപരമായി പരിശോധിക്കേണ്ട കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ചെയ്യേണ്ടതുപോലെ ചെയ്യും എന്ന് ഗോവിന്ദൻ മാഷ് പറയുന്നത്.